ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് എപ്പിസോഡാണ്. വ്യാഴാഴ്ചത്തെ എപ്പിസോഡാണ്. എൻ്റെ പൊന്നോ, ലൈവ് കാണാൻ തന്നെ തോന്നൂല. വഴക്കെന്ന് വെച്ചാൽ വഴക്ക് ഇങ്ങനെയുണ്ടാ കുറേ എണ്ണം. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിന് എന്ത് പറ്റി? ബിഗ് ബോസേ എന്തിനാ ഇതിനെയൊക്കെ പുറത്ത് കിടന്നതിനെ എല്ലാത്തിനും ഇപ്പോഴേ കൊണ്ടുവന്ന് ഇതിനകത്തിട്ടത്? ഇനിയിപ്പോൾ 2-3-4-5 ദിവസമുണ്ട്. എല്ലാവരും ഒന്ന് സന്തോഷമായിട്ട് പോവേണ്ടതല്ലേ? ഗെയിമൊക്കെ തീർന്നു. അവർ ഗെയിം കളിച്ച് ഓരോരുത്തർ കുറച്ച് പേര് പുറത്തു പോയി, കുറച്ച് പേര് അകത്തുണ്ട്. അത് അവരവരുടെ ഗെയിം. ഇനി ഒരു സന്തോഷമായിട്ട് പോവേണ്ടതല്ലേ? ഇതൊന്നും അല്ലാതെ ചുമ്മാതെ അങ്ങ് വഴക്ക്. ബിഗ് ബോസിൽ ഒരു അനിമോളുണ്ട്. അനിമോള് കപ്പെടുക്കുമെന്നും പറഞ്ഞ് വന്നവർക്കും പോണവർക്കും അതാണ് പേടി. അനിമോളെ അടിച്ച് താഴ്ത്തുക, അനിമോളെ വായി വരുന്നതൊക്കെ പറയുക, തളർത്തുക, മോശം ആക്കുക എന്ന് വെച്ചാൽ പുറത്ത് അനിമോളെ പറ്റി മോശം ആളുകൾ പറയുക എന്നുള്ള രീതിയിൽ ആ ബിഗ് ബോസിലെ പെണ്ണുങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് കയറി. എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് കുറച്ചെങ്കിലും ഉണ്ട്, ഈ പെണ്ണുങ്ങൾക്ക് ഇത്രയും കുശുമ്പും കുഞ്ഞാഴ്മയും എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ബിഗ് ബോസിനകത്ത് കുറേ മൂദേവികൾ വന്ന് കയറിയെന്ന് പറഞ്ഞ കണക്കാണ്. എന്തൊരു വഴക്ക, എല്ലാവരുടെയും വഴക്ക്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബിഗ് ബോസ് എടുത്ത് പുറത്തിട്ട് കണ്ടൻറ്റ് കൊടുക്കുമെന്നും പറഞ്ഞാണ് എന്തെവിളുമാർ ഇവിടെ കണ്ണ് കാണിക്കുന്ന. സത്യമാണ്. അതിനിടയ്ക്ക് ഒരു നൂറേ ആതിരി, എൻ്റെ പൊന്നോ, ഇങ്ങനത്തെ സൈസുകളെ ലോകത്ത് കണ്ടിട്ടില്ല. സ്വന്തം കൂട്ടുകാരിയെ ചതിക്കുന്ന കട്ടപ്പേക്കാഴിയും കഷ്ടമാണ് കേട്ടോ. ഇവളെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത്രയും മനസാക്ഷിയില്ലാത്ത സാധനങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും അനിമോൾ ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നത് തന്നെ വലിയ കാര്യം. സത്യസന്ധം പറയാമല്ലോ, നമ്മളൊക്കെ ആണെങ്കിൽ തകർന്നു പോയാന്. എന്തായാലും അനിമോൾ പിടിച്ച് നിൽക്കുന്നത് അവിടെ നിന്ന് എന്തായാലും ബിഗ് ബോസിൽ നിന്നൊരു ഗുണമുണ്ടായി. കരച്ചിലും കുറഞ്ഞ് മനസ്സിന് കുറച്ച് ധൈര്യവും കിട്ടി. സത്യമാണ്. അത്ര സൈസുകളെ കൂടെ നിന്നവർ നമ്മളെ ചതിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വിഷമമാണ്. സത്യം പറഞ്ഞാൽ പുരുഷന്മാർക്ക് വലിയ കുഴപ്പമില്ല. ഇത് സ്ത്രീകളാണ്. ഇത്രയും കുശുമ്പും കുഞ്ഞായ്മയും പിടിച്ച സാധനങ്ങൾ ഞാൻ എൻ്റെ ലോകത്ത് കണ്ടിട്ടില്ല. സത്യമാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയ ഒരു ബിഗ് ബോസാണ്, ഷോയാണ്. അതിനകത്ത് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളൊക്കെ പറഞ്ഞത്, മാപ്പൊക്കെ പറഞ്ഞ് എല്ലാവരും പിണക്കമൊക്കെ കളഞ്ഞ്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഗെയിമൊക്കെ കളഞ്ഞ്. അപ്പം നല്ല രീതിയിൽ പോവാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ പോയപ്പോഴാണ് ബിഗ് ബോസ് കുറച്ച് സാധനങ്ങളെ പിടിച്ച് അകത്ത് കയറ്റി വിട്ടു. അത് അവിടെ ചെന്ന് കുളം കലക്കിയെന്ന് പറയണക്ക് കുളം കലക്കി കോരി. അത്ര സൈസുകളെന്ന് വെച്ചാൽ അത്ര സൈസുകൾ. ഇത്രയും കാലത്തിനിടെ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സത്യമാണ്. ഒരാളെ മാത്രം കൂട്ടാക്രമണം നടത്തുന്ന എന്ത് നീതിയും എന്ത് ന്യായവുമാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പെൺകുട്ടീനെ മാത്രം ഈ പറയുന്നവർക്കൊന്നും പി ആറില്ല. എല്ലാ എണ്ണവും പി ആറിൻ്റെ ബലത്തിലാണ് നിന്നത്. എല്ലാ എണ്ണവും അവിടെ ഗെയിം തന്നെയാണ് കളിച്ചത്. ആര് കളിക്കാത്തവരുണ്ട്? അല്ലെ ആര് നുണ പറയാത്തവരുണ്ട്? ആര് സത്യസന്ധനുണ്ട്? വല്ലരും ഉണ്ട്? ഒരു മനുഷ്യരും ഇല്ല, ഒരുത്തരും ഇല്ല സത്യസന്ധത. ഈ ലൈവ് കണ്ടാൽ അറിയാം ആ അവിടെ നിന്ന ഒറ്റ എണ്ണത്തിന് സത്യസന്ധതയില്ലെന്ന്. അവരാണ് ഇവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നത്. എന്തൊരാളുകളാണെന്ന് തോന്നുന്നു. എന്തായാലും ലക്ഷ്മി ആര്യനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അനിമോളടുത്ത് ലക്ഷ്മി ഒത്തിരി നേരം സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നീ ഇതെല്ലാം പിടിച്ച് നിൽക്കണം, നീ തളരരുത് എന്നൊക്കെ അനിമോളടുത്ത് ലക്ഷ്മി പറയുന്നു. എന്നെ എല്ലാവരും കൂടി ആക്രമണം ചെയ്യുന്നു, അതൊന്നും നീ നോക്കണ്ട, നീ എന്തായാലും പിടിച്ച് നിൽക്കണമെന്ന് പറയുന്നു. ആര്യൻ വന്നപ്പോൾ അനിമോൾ ഓടിച്ചെന്ന് മിണ്ടി കെട്ടിപ്പിടിച്ചു. ആര്യൻ്റെ കൂടെ അനിമോക്കൊരു കെറുണ്ട്. യഥാർത്ഥത്തിൽ ഞാനായിരുന്നെങ്കിൽ പോലും ഞാൻ പോവാൻ നേരത്ത്, ആര്യൻ പോവാൻ നേരത്ത് ഒന്ന് മിണ്ടുക പോലും ചെയ്യാതെ അനിമോളോട് പോയ ആര്യന്. പക്ഷെ അനിമോൾ അതൊന്നും മനസ്സിൽ കണ്ടില്ല. അതൊരു ഗെയിമായിട്ട് കണ്ട് ആര്യൻ വന്നപ്പോൾ മിണ്ടി, ആര്യനോട് സംസാരിച്ചു, ചിരിച്ചു. അതൊക്കെ ഒരു സന്തോഷമായിട്ട് ഉള്ള ഇതാണ്. നോക്ക്, അതേപോലെ പുറത്തുനിന്ന് വന്നവർക്ക് അനിമോളുടെ പ്രത്യേകം ദേഷ്യമൊന്നും കണ്ട. അതൊരു ഗെയിമായി നമ്മളവിടെ കളിച്ച് അവിടെ തീർന്നു.